നീ ഒന്ന് തെളിച്ചു പറ മഞ്ചാടി. രഘുവേട്ടൻ എന്തു പറ്റിയെന്നാ നീ പറയുന്നത്? രഘുവേട്ടൻ സ്ഥിരം രാത്രിയിൽ ഇവിടെ വരുന്നത് നന്നായി മദ്യപിച്ചോണ്ട് ചേച്ചി. എന്താ നമ്മുടെ രഘുവേട്ടന് പറ്റിയേ? ആ മനുഷ്യൻ ഇങ്ങനെ അങ്ങ് തീർന്നു പോട്ടേന്നാണോ അമ്പിളി ചേച്ചി വിചാരിച്ചിരിക്കുന്നത്? ഏയ്, നമ്മുടെ അമ്പിളി ചേച്ചി അങ്ങനെയൊന്നും വിചാരിക്കില്ല മഞ്ചാടി. ചേച്ചിയെ രഘുവേട്ടൻ മാനസികമായി വിഷമിപ്പിച്ചതിന് ചെറിയൊരു പണിഷ്മെന്റ് കൊടുക്കണമെന്ന് മാത്രമായിരിക്കും അമ്പിളി ചേച്ചിയുടെ മനസ്സിൽ. എന്നാ അത് രഘുവേട്ടനെ സംബന്ധിച്ച് അതൊരു ചെറിയ പണിഷ്മെന്റ് ഒന്നല്ല ചേച്ചി. എന്തോ വലിയ മാനസിക പ്രശ്നം കാരണം പുള്ളിക്കാരനാകെ കയ്യിന്ന് പോയ അവസ്ഥയിലാ. എത്രയും വേഗം ഇതിനൊരു പരിഹാരം കണ്ടില്ലെങ്കിൽ ഏറ്റവും വലിയ പണി കിട്ടാൻ പോകുന്നത് അമ്പിളി ചേച്ചിക്ക് തന്നെയായിരിക്കും. രഘുവേട്ടനെ തന്നെ ചേച്ചിക്ക് കൈവിട്ട് പോകുന്നു പറഞ്ഞേക്ക്. ഓ ഓ ഓ. എനിക്ക് പറയാൻ പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് മഞ്ചാടി. പക്ഷെ അമ്പിളി ചേച്ചി എന്തൊക്കെയോ മനസ്സിൽ കണക്കൂട്ടി വെച്ചതുപോലെയാ. എന്തായാലും രഘുവേട്ടൻ ഇങ്ങനെ മദ്യപിച്ചു വരുന്നത് ശരിയല്ലെന്ന് ഞാൻ ഇന്ന് തന്നെ രഘുവേട്ടനോട് പറയും. എനിക്ക് അതല്ലേ പറ്റൂ. നീയേ രഘുവേട്ടനെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്ന രീതിയിലൊന്നും പറയണ്ട മഞ്ചാടി. അത് രഘുവേട്ടന് വലിയ വിഷമം ഉണ്ടാക്കും. ആ, എന്തായാലും മോന്റെ നൂലുകെട്ട് ചടങ്ങിന് എല്ലാരെയും ക്ഷണിക്കാൻ അച്ഛൻ അങ്ങോട്ട് വന്നിട്ടുണ്ട്. ആണോ? ഇങ്ങോട്ടും വരൂ. വരാതെ പിന്നെ. രഘുവേട്ടനെ കണ്ട് ഇങ്ങോട്ട് തിരിച്ചു വരുന്നതിനെ പറ്റി സംസാരിക്കണമെന്ന് അച്ഛനോട് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അച്ഛൻ രഘുവേട്ടനോട് സംസാരിക്കുന്നതോടെ പ്രശ്നങ്ങളൊക്കെ തന്നെ തീരുമായിരിക്കും മഞ്ചാടി. ശരി ചേച്ചി. എങ്ങനെയെങ്കിലും രഘുവേട്ടനെ പഴയ രഘുവേട്ടനായി കണ്ടാൽ മതി. എന്നാ ഞാൻ വെക്കട്ടെ? ശരി, അമ്പിളി ചേച്ചിയോട് ഞാൻ പറഞ്ഞോളാം. ആരാ ചേരു? മഞ്ചാടിയാണോ? ആ, അതെ. രഘുവേട്ടനെ കുറിച്ച് പറയാനാ അവള് വിളിച്ചത്. നിനക്ക് അലക്കാൻ വേറെ വല്ല തുണിയുണ്ടോ? ഇല്ല, ഉണ്ടായിരുന്നത് ഞാൻ വാഷിംഗ് മെഷീനിൽ കൊണ്ടുപോയിട്ടു. ആ, എങ്കിൽ ഞാൻ ഇതുകൂടെ അതിലേക്ക് ഇട്ടേക്കാം. ചേച്ചി, രഘുവേട്ടനെ കുറിച്ച് എന്താ മഞ്ചാടി പറഞ്ഞെന്ന് ചേച്ചിക്ക് അറിയണ്ടല്ലേ? എന്തായിരിക്കും അവള് പറഞ്ഞെന്ന് എനിക്ക് ഊഹിക്കാൻ പറ്റും ചീരു. രഘുവേട്ടൻ മനോവിഷമം കൊണ്ട് മദ്യപാനം തുടങ്ങി, രാത്രി വന്ന ഭക്ഷണം കഴിക്കാറില്ല, രാവിലെ എണീറ്റ് കൃത്യമായിട്ട് കമ്പനി പോവാറില്ല എന്നൊക്കെയല്ലേ? ഇതൊക്കെ ഞാൻ എത്ര കാലായിട്ട് കാണുന്നത്. പണ്ട് രഘുവേട്ടൻ അങ്ങനെ ആവുമെന്ന് ഓർത്ത് എനിക്ക് വലിയ ടെൻഷനായിരുന്നു. ഇപ്പൊ എനിക്ക് അങ്ങനെയൊന്നുമില്ല. എന്നുവെച്ചാ ഇനി രഘുവേട്ടൻ എന്താന്ന് വെച്ചാ ആയിക്കോട്ടെ എന്നാണോ? എടി, രഘുവേട്ടൻ അങ്ങനെ ആയിട്ടെ കുറച്ച് കാലായി. അതിന്റെ കാരണക്കാരി എന്തായാലും ഞാനല്ല. രഘുവേട്ടനെ സ്വയം വരുത്തി വെച്ചതാ. അത് ആ മനുഷ്യൻ തന്നെ തിരുത്തണം. തിരുത്തിയ അവന് കൊള്ളാം. അത്ര തന്നെ. ചേച്ചി, മോളെ, മോളെ, അനു, ആ ചാവി ഇങ്ങടുത്തേ. ദേ അച്ഛൻ വന്നു. ആ അച്ഛാ, വാച്ചാ കേറി വാ. എന്തിനാ മക്കളെ ഈ ഗേറ്റ് ഒക്കെ അകത്തുനിന്ന് പൂട്ടിയിരിക്കുന്നത്? ആ, ഇവിടുത്തെ അവസ്ഥ അച്ഛൻ അറിയാത്തോണ്ടാ. ഗേറ്റ് പൂട്ടിയിട്ടാലും അമ്മ മതിലാടി പോന്ന് പേടിച്ചാ ഗേറ്റ് ഞങ്ങൾ പൂട്ടിയിട്ടിരിക്കുന്നത്. എന്തൊക്കെയായാലും ഒരാളുടെ സ്വാതന്ത്ര്യത്തെ ഇങ്ങനെ ഇല്ലാതാക്കുന്നത് ഒട്ടും ശരിയല്ല മക്കളെ. സുശീലെ, നിങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. അതല്ലേ നല്ലത്. ഞങ്ങൾ ശ്രമിക്കാഞ്ഞിട്ടല്ലോ മാഷേ. ഞങ്ങളെ കൊണ്ടാവുന്ന എല്ലാ വഴികളും ശ്രമിച്ചതാ. പക്ഷേ ഒരു പ്രയോജനമില്ലല്ലോ. അച്ഛാ, ഭാഗത്തേക്ക് പോ. മാഷേ,
ഞാൻ തടവിലാണെന്ന് അറിഞ്ഞപ്പോ കാണാൻ വന്നായിരിക്കും അല്ലേ? ദേ അമ്മേ, ആവശ്യമില്ലാത്ത സംസാരമൊന്നും വേണ്ട കേട്ടോ. ഓ, ഞാൻ പറയുന്നതാണോ കുഴപ്പം? നീയൊന്നും പറയുന്നതിലും ചെയ്യുന്നതിലും ഒരു കുഴപ്പമില്ലേ? എല്ലാരും കൂടി എന്നെ ഒന്നിച്ച് തോൽപ്പിക്കാൻ ഇറങ്ങിയിരിക്കുമല്ലേ? ഒരു കാലത്തെ നിനക്കൊക്കെ ഇതിന് തിരിച്ചടി കിട്ടും. അപ്പൊ നീയൊക്കെ പഠിച്ചോളൂ. അച്ഛനകത്തേക്ക് വാ. വാച്ചാ. ഇയാൾ എന്തിനിപ്പോ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? ഞാൻ ചായ എടുത്തിട്ട് വരാം. ആ, എടുത്തു മോളെ. പിന്നെ നമ്മുടെ വീട്ടിലൊരു വിശേഷം നടക്കാൻ പോകുന്ന കാര്യം എല്ലാവർക്കും അറിയാലോ. അതിന് ക്ഷണിക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത്. ചീരുവിന്റെ കുഞ്ഞിന്റെ നൂലുകെട്ടാണ്. വീട്ടിൽ വെച്ച് തന്നെ ചടങ്ങ് നടത്തണമെന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. എല്ലാരും ചടങ്ങിന് എത്തണം. ഞങ്ങൾ എന്തായാലും ഉറപ്പായിട്ട് എത്തിക്കോളാം അച്ഛാ. ചെറിയൊരു ചടങ്ങായിട്ട് നടത്താമെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ നന്നായിട്ട് തന്നെ നടത്തണമെന്ന് വിനയം പറയുന്നു. അവന്റെ ആഗ്രഹമല്ലേ, അങ്ങനെ തന്നെ ആവട്ടെ എന്ന് ഞാനും അവനോട് പറഞ്ഞു. ഓ, അത് നന്നായി. ആഘോഷങ്ങൾ നടത്താൻ അവസരം ഉണ്ടാവുമ്പോ അത് ഏറ്റവും ഭംഗിയായിട്ട് നടത്തുന്നത് തന്നെയാണ് നല്ലത്. അതെ, എല്ലാവർക്കും ഒന്ന് ഒത്തുകൂടാനും ആഘോഷിക്കാനൊക്കെ പറ്റുമല്ലോ. സോനമോള് കേട്ടല്ലോ അല്ലേ? നൂല് കെട്ടിന് ക്ഷണിക്കാൻ വേണ്ടി ഞാൻ വന്നത്, അറിയാലോ. ആ, സുശീലോടൊന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞേക്കാം. ഓ, അതൊന്നും വേണ്ടെന്നേ. ഇപ്പൊ ഞങ്ങളോടൊക്കെ പറഞ്ഞില്ലേ, അത് തന്നെ ധാരാളം അല്ലേ ഏട്ടാ? കൊള്ളാം, സോനയ്ക്ക് ചായ ഇടാൻ അറിയാം. ഹലോ എടാ, നീ ഇതുവരെ എഴുന്നേറ്റില്ലേ? ആ, ഉണരുന്നേ ഉള്ളൂ അങ്കിളെ.